അദ്ദേഹത്തിന് പല ഡീറ്റെയിൽസ് നമുക്ക് രോഗികളുടെ പല കംപ്ലീറ്റ് ഡീറ്റെയിൽസ് പുറത്ത് പറയുന്നത് ശരിയല്ല. പക്ഷേ ഇങ്ങനെ ഒരു കോൺട്രവേഴ്സി ഉണ്ടായ സ്ഥിതിക്ക് കുറച്ച് ഡീറ്റെയിൽസ് പറയേണ്ടത് ആവശ്യമാണ്. ഈ രോഗി വന്നത് നെഞ്ചുവേദനയായിട്ടാണ്. 1-ാം തീയതി നവംബർ 1 ഇവിടെ കാഷ്വാലിറ്റി വന്നു. ഉടനെ തന്നെ കാർഡിയോളജി കൺസൾട്ടൻറ്റ് വന്ന് കണ്ടു. ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു. അദ്ദേഹത്തിൻ്റെ വേദന തുടങ്ങിയത് തലേ ദിവസമാണ്. വേദന തുടങ്ങി 24 മണിക്കൂറിന് ശേഷമാണ് ഇവിടെ വന്നത്, മെഡിക്കൽ കോളേജിൽ എത്തിയത്. ഉടനെ ഇവോൾവ് മയോകാർഡിയൽ ഇൻഫാക്ഷൻ, ഹാർട്ട് അറ്റാക്ക് എന്ന് സ്ഥിരീകരിച്ചു. ഹാർട്ട് അറ്റാക്കിന് 2 ചികിത്സയാണ് കൊടുക്കുന്നത്. ഒന്ന്, ഹൃദയത്തിൻ്റെ രക്തധമനികൾ കൊറോണറി ആർട്ടറിയിലുള്ള ബ്ലഡ് ക്ലോട്ട് അലിയിക്കുന്നതിന് ലൈറ്റിക് തെറാപ്പി. 2, പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി. ബലൂൺ കടത്തി ആ ബ്ലോക്ക് മാറ്റി അവിടെ ഒരു സ്റ്റെൻറ്റ് നിക്ഷേപിക്കുക. ഇതാണ് ചെയ്യുന്നത്. ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത് നെഞ്ചുവേദന തുടങ്ങി 12 മണിക്കൂറിനകം വന്നാലാണ് ലൈറ്റിക് തെറാപ്പി കൊടുക്കുന്നത്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത് നെഞ്ചുവേദന തുടങ്ങി കഴിഞ്ഞ് 24 മണിക്കൂറിനകം വരികയാണെങ്കിലാണ് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്. ഈ രോഗി അൺഫോർച്ചുനേറ്റ്ലി വന്നത് 24 മണിക്കൂറിന് ശേഷമാണ്. അതുകൊണ്ട് ഈ 2 ട്രീറ്റ്മെൻറ്റ് രീതികളും ഇദ്ദേഹത്തിന് സൂട്ടബിൾ അല്ല എന്ന് കൺസൾട്ടൻറ്റ് തീരുമാനിച്ചു. ബാക്കി മരുന്നുകൾ കൊടുക്കാൻ ഹെപ്പാരിൻ, ആസ്പ്രിൻ, ക്ലോപ്പിഡോഗൾ, അറ്റോവാസ്റ്റാറ്റിൻ, മെറ്റപ്രലോൾ, എനലാപ്പിൾ ഈ മരുന്നുകൾ കൊടുക്കാൻ തീരുമാനിച്ചു. ആ ഡ്രഗ് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തു. പേഷ്യൻറ്റിനെ ഉടനെ അഡ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പേഷ്യൻറ്റിനെ കാർഡിയോളജി വിഭാഗത്തിലോട്ട് മാറ്റി. പേഷ്യൻ്റ് ഇമ്പ്രൂവ് ചെയ്ത് വരികയായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി 5-ാം തീയതി വൈകിട്ട് ഹാർട്ട് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഒരു നോൺ കോംപ്ലിക്കേഷനാണ് ഹാർട്ട് അറ്റാക്കിൻ്റെ. ഹാർട്ട് ഫെയിലിയർ വന്നു. പേഷ്യൻറ്റ് വെന്റിലേറ്റർ ആക്കി. പേഷ്യൻറ്റ് മരിച്ചു. ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യവർഗത്തിൻ്റെ എല്ലാവരുടെയും ഒരു കോമൺ കോസ് ഓഫ് ഡെത്താണ്. മനുഷ്യരെല്ലാവരും മരണത്തിൻ്റെ ഒരു പ്രധാന കാരണമാണ്. എന്ത് ചികിത്സ കൊടുത്താലും ഒരു 10 തൊട്ട് 20% ആൾക്കാർ മരിക്കും. നമ്മൾ എന്ത് ചികിത്സ കൊടുത്താലും. നമ്മൾ ചികിത്സയിൽ അൺഫോർച്ചുനേറ്റ്ലി യങ് ഏജ് ആയിരുന്നു. റിലേറ്റീവ്ലി ലേറ്റ് 40s ആളാണ്, മരിച്ചു. നമ്മൾ ഇവിടെ കൊടുക്കാവുന്ന ഏറ്റവും ബെസ്റ്റ് ചികിത്സ കൊടുത്തു. ഞങ്ങളിവിടെ കൊടുക്കുന്ന ചികിത്സ എന്ന് പറയുന്നത് അത് പ്രോട്ടോകോൾ അനുസരിച്ചുള്ള ചികിത്സ മാത്രമേ കൊടുക്കത്തുള്ളൂ. വന്നു കഴിഞ്ഞ് 24 മണിക്കൂറിന് കഴിഞ്ഞിട്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് ഞങ്ങൾ ആ പ്രോട്ടോകോൾ നോക്കിയിട്ട് ചെയ്യാറുള്ളൂ. ആ പ്രോട്ടോകോൾ നോക്കി വേണ്ട എല്ലാ ചികിത്സയും കൊടുത്തു എന്നാണ് എൻ്റെ ഉത്തമമായ വിശ്വാസം. ഡോക്ടർ, ഇദ്ദേഹത്തിൻ്റെതായ ഒരു ഓഡിയോ ക്ലിപ്പ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ വലിയ തരത്തിലുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത്. അദ്ദേഹത്തെ പരിഗണിച്ചില്ല, ഒരു നായ നോക്കുന്ന കണ്ടുകൊണ്ട് പോലും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിയില്ല എന്നടക്കമുള്ള കാര്യം പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല. അദ്ദേഹത്തിന് കൊടുക്കേണ്ട അദ്ദേഹത്തെ നോക്കിയ ഡോക്ടേഴ്സ് പറയുന്നത് എൻ്റെ ഡയറക്റ്റ് ചികിത്സയിലല്ലായിരുന്നു. അദ്ദേഹത്തെ ഞാൻ ചെറിയൊരു എൻക്വയറി നടത്തി. ഞാൻ ചെയ്ത എൻക്വയറി അനുസരിച്ച് അദ്ദേഹത്തിന് കൊടുക്കേണ്ട ട്രീറ്റ്മെൻ്റ് എല്ലാം കൊടുത്തു എന്നുള്ളതാണ് എൻ്റെ നിഗമനം. പക്ഷേ ആ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. രോഗിയുടെ ബന്ധുക്കളോട് കൃത്യമായി കമ്മ്യൂണിക്കേഷൻ ചെയ്യണം. ഇവിടെ ഇപ്പോൾ വരുന്ന ആളുകളോട് പോലും സാധാരണഗതിയിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ അവർ തന്നെ പറയുന്നുണ്ട് എൻ്റെ നായയെ നോക്കുന്ന വില പോലും നൽകിയിട്ടില്ല എന്ന്. അപ്പോൾ കമ്മ്യൂണിക്കേഷനിൽ ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. സാധാരണഗതിയിൽ ഇവിടെ എല്ലാ രോഗികളോടും എക്സ്പ്ലെയിൻ ചെയ്യാറുണ്ട്. റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് രോഗിയുടെ അവസ്ഥ എന്താണ്, വീണ്ടും എന്താണ് ചെയ്യേണ്ടതെന്ന് സാധാരണ പറയുന്നതാണ്.